ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മറാത്ത്വാഡയ്ക്ക് മുകളിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്താൽ കേരളത്തിൽ ഇന്നും മഴ തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ സജീവമാകുമെന്നാണ് മെറ്റ്ബീറ്റിലെ നിരീക്ഷകർ പറയുന്നത്. മറാത്ത്വാഡ മേഖലയിൽ മധ്യേന്ത്യയ്ക്ക് മുകളിലായി കഴിഞ്ഞ 2 ദിവസമായി അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി ദൃശ്യമായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മേഖലയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ മധ്യ ഉയരത്തിൽ മറ്റൊരു അന്തരീക്ഷ ചുഴിയും ദൃശ്യമാണ്. കൂടാതെ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ നീണ്ടുനിൽക്കുന്ന മൺസൂൺ ന്യൂനമർദ്ദപാത്തിയും നിലവിലുണ്ട്. ഇവയുടെ സ്വാധീനത്താൽ കൊങ്കൺ തീരം, കർണാടകയുടെ തീരദേശ പ്രദേശങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഇന്ന് പ്രതീക്ഷിക്കാം. അതേസമയം മധ്യേന്ത്യയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയ്ക്ക് കുറുകെ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ എത്തുകയും തുടർന്ന് ദുർബലമാകുകയും ചെയ്യും. ഇതിന്റെ സഞ്ചാരപാതക്കനുസരിച്ച് കേരളത്തിലെ കാലവർഷക്കാറ്റിന്റെ ദിശയിലും മാറ്റമുണ്ടാകും. അതിനാൽ ശക്തമായ മഴ ലഭിക്കുന്ന മേഖലകളിലും മാറ്റം വന്നേക്കുമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. വടക്കൻ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചെറിയ ഇടവേളകളോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തുടർച്ചയായ മഴ ലഭിച്ചേക്കും. അതേസമയം ഈ മാസം പകുതിക്ക് ശേഷം കേരളത്തിൽ കാലവർഷം ശക്തിപ്പെടുമെന്നും അവസാനവാരം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.